എന്റെ ഈശ്വര, എന്താ അബദ്ധാ താനീ കാണിച്ചത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്ക് വല്ല പിടിയുണ്ടോ? സാർ ഞാൻ എടോ, അയാളുടെ വീട് താമരപ്പള്ളിയിലാണെന്നല്ലേ മൊഴി വന്നിരിക്കുന്നത്. പിന്നെന്തിനാ താൻ അയാളും കൊണ്ടാ കാട്ടുമുക്ക് ഇറങ്ങിയത്? അയാളുടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? എനിക്കൊന്നും അറിയില്ല. ഇന്നേ വരെയുള്ള സർവീസിൽ മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തലകൊണ്ടിക്കേണ്ട സന്ദർഭം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അറിയുമോ എനിക്ക്? സാർ, ഞാൻ പീറ്ററിന്റെ സ്ഥലം വരെ ഒന്ന് പോവാം. അവൻ നേരെ നാട്ടിൽ ചെല്ലാനാണ് സാധ്യത. എങ്ങനെ അവനെ കൊണ്ട് എത്ര വേഗം ഞാൻ തിരിച്ചെത്താം? എന്താ ശ്രീനിവാസ താനീ പറയുന്നത്? താൻ അവിടെ ചെല്ലുന്നവരെ അവനവിടെ കാത്തു നിൽക്കൂ. ഇനി ആ കരിമ്പാറോട് എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഒരു പിടിയും സാർ തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കണം. എനിക്ക് ഉറപ്പ് അവനെ കണ്ടുപിടിക്കാന്ന്. നീ പോയാ അതേ ഒരു മാർഗ്ഗമുള്ളൂ. താമരപ്പള്ളിയിൽ അവൻ എത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം. താഴെ ജംഗ്ഷനിൽ പലരോടും ചോദിച്ചു. അങ്ങനെ ഒരാളെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പളാ തോന്നിയത് അച്ഛനെ കണ്ട പീറ്റർ. എന്തോ എങ്ങനെയെല്ലാം ഓർത്തു നോക്കിയിട്ടും അങ്ങനെ ഒരാൾ എൻ്റെ അറിവിലില്ല. ആ പേരിലൊരു വീടും ഇവിടില്ല. എൻ്റെ അറിവിലില്ലെന്ന് പറയുമ്പോൾ അറിയാലോ, താമരപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമല്ലേ. ഇവിടെ പള്ളി വരുന്ന ചെറുപ്പക്കാരെയും വരാത്ത ബിരുദന്മാരെയും എല്ലാം എനിക്ക് ഒരുപോലെ പരിചയമുണ്ട്. അതാ ഇത്ര ധൈര്യത്തിൽ ഞാൻ പറയുന്നത്. ശരിയച്ചോ, എന്നാ ഞാൻ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അത് അയാൾക്കൊരു കയ്യബദ്ധം പറ്റി. ഒരാളെ കൊല്ലേണ്ടി വന്നു. കർത്താവേ, നിങ്ങൾക്ക് എത്രയും വേഗം അയാളെ പിടിക്കാൻ കഴിയട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. താൻ എന്തായി പറയുന്നത്? ചാടിപ്പോയൊരു കൊലപാതക കേസിലെ പ്രതിയാ. തൊപ്പി ധരിക്കുന്നതിലെ സംഭവങ്ങൾ മാറും. ചിലപ്പോ കിടപ്പ് കുറച്ചാൽ അകത്തുമാകും. വാതുറന്ന് എന്തെങ്കിലും ഒന്ന് പറയടോ. ആ ശ്രീനിവാസൻ തിരിച്ചു വന്നപ്പോ താൻ എന്താ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത്? അത് പീറ്ററിന്റെ നാട്ടിലേക്ക് പോയാൽ അവനെ പിടിക്കാൻ കഴിയും. പിടിച്ചോണ്ട് വരും. നോക്കിയിരുന്നോ? ഇത് അവര് തമ്മിലൊരു ഒത്തുകളിയാ. ശ്രീനിവാസൻ പീറ്ററിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാ. എന്താ ഈ പറയുന്നത് സാർ? അങ്ങനെയാണെങ്കിൽ ശ്രീനി എന്തിനാ തിരിച്ചു വന്നത്? തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നോ? ഇല്ലല്ലോ. തന്റെ വീട്ടിലേക്ക് വന്നെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ശ്രീനിവാസന്റെ സഹായത്തോടെ പീറ്റർ രക്ഷപ്പെട്ടതാ. എങ്ങനെ നോക്കിയാലും അങ്ങനെ ആകാനാണ് സാധ്യത. ഒരു കാര്യം ചെയ്യ്, ശ്രീനിവാസന്റെ വീട് ഉടനെ സെർച്ച് ചെയ്യാൻ കല്ലൂപ്പാറ സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കണം. പിന്നെ ആ താമരപ്പള്ളി ഒന്ന് അരിച്ചു പറിക്കരുത്. ശരി സാർ. പോലീസ് ഒരു വട്ടം മുൻ തിരക്കി പോയതേ ഉള്ളൂ. നിന്റെ പേരിൽ അവർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുക. എന്റെ മോനെ, നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നും മനഃപൂർവ്വമല്ലമ്മേ. ഞാൻ അയാളുടെ വാക്ക് വിശ്വസിച്ചു പോയി. നിന്റെ കൊള്ളരുതായ്മ എല്ലാത്തിനും കാരണം. എടാ, ചെയ്യുന്ന ജോലി കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം, ബാക്കിയുള്ളവരുടെ കൂടെ മനസമാധാനം കിട്ടാനായിട്ട്. പോലീസാന്നാ തോന്നുന്നത്. കീഴടങ്ങുന്നത് നല്ലത്. എത്ര നാൾ അവരുടെ കണ്ണു വെട്ടിച്ചടക്കുക? പീറ്ററിനെ കിട്ടാതെ ഞാൻ പിടികൊടുത്താ? വേണ്ട, ഒന്നും പറയണ്ട. ശിവൻകുട്ടി ചേട്ടാ, എന്താ ശിവൻപിള്ളേ, ശ്രീനിവാസന്റെ വിവരം എന്തെങ്കിലും? ഇല്ല, അവനോട് വന്നിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശിവൻപിള്ളയ്ക്ക് അറിയാലോ കാര്യത്തിന്റെ ഗൗരവം. എന്തെങ്കിലും വിവരം അയാളെ കുറിച്ച് കിട്ടുകയാണെങ്കിൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. എന്താ നീ എന്തായി പറയുന്നത്? നമ്മൾ എവിടെ ചെന്ന് അവനെ കണ്ടുപിടിക്കുക? ഈ പീറ്റർ എന്നുള്ള പേര് പോലും കള്ളമായിരിക്കും. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ. നിന്റെ ഈ സ്വഭാവമാണ് കുഴപ്പം. അവൻ അത്ര വലിയ പുണ്യങ്ങളായിരുന്നെങ്കിൽ പിന്നെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നോ? അത് പോട്ടെ, ഇനിയിപ്പോ എന്താ ചെയ്യാ അത് പറ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആട്ടെ, അവനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? ആ, അവന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ആരെ? ഒരു അസീസ്. അവന്റെ വീട് പൂക്കോട്ടാ. പൂക്കോട്ടോ? എനിക്ക് ചെറിയൊരു പരിചയമുള്ള സ്ഥലമാ. അത് നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറി നമുക്ക് ഉടനെ അങ്ങോട്ട് വിടാം. അല്ല, അതിനു മുമ്പ് എനിക്ക് അമ്മയൊന്ന് കാണണം. അമ്മേ, മോനെ. അമ്മേ, ഞാൻ പോവാ. അമ്മ മനസ്സ് വിഷമിപ്പിക്കരുത്. എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് ഞാൻ സ്റ്റേഷനിൽ ഹാജരാക്കും. സൂക്ഷിക്കണേ മോനെ. എന്റെ ഭഗവതി. അതെ, 21ലേക്ക് 2 ഊണ് വേണം. ഇപ്പൊ കൊണ്ടുവരാ സാർ. എടാ, ഞാനടാ നാസറാ. നീ കഥ തുറക്ക്. എന്തായി? നീ ഇത് കണ്ട? പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. നീ അയാളെ രക്ഷപ്പെടാൻ സഹായിച്ചെന്നാ. എല്ലാ കരിമ്പാറമാത്തിന്റെ പണിയായിരിക്കും. അതുപോട്ടെ, നീ അസീസിനെ കണ്ടോ? കണ്ടു.
പക്ഷെ എത്ര ചോദിച്ചിട്ടും പീറ്ററിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ പീറ്ററിന്റെ ക്ലോസ് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ നാടെങ്കിലും നീ മനസ്സിലാക്കിയോ? ചിഹ്നം കൊല്ലിയില്ല അവന്റെ വീട്. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെട്ടാലോ? വേണ്ട വേണ്ട, നേരെ ഇട്ടിട്ട് പോയാൽ മതി. ഇവിടെ ആർക്കെങ്കിലും നിന്നെ മനസ്സിലായ കുഴപ്പമാ. രാത്രി 11 മണിക്ക് ഇവിടെ അടിവാരത്തേക്ക് ഒരു ബസ്സുണ്ട്. അവിടെ ഇറങ്ങിയ ചിന്നംകൊല്ലിയിലേക്കുള്ള ബസ് കിട്ടും. നമുക്ക് രാത്രി വിടാം. നാസറേ, നീ വരണ്ട. നിന്റെ വീട്ടിൽ ഉമ്മ തനിച്ചല്ലേ ഉള്ളൂ. അത് സാരമില്ലടാ. വേണ്ടെന്നേ, അവിടെ ചെന്നിട്ട് നിനക്ക് എഴുതാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വന്നാൽ മതിയല്ലോ. എന്റെ ഭഗവതി, ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാവുക? മനസ്സിലായില്ലേ? നാളെ തൊട്ട് എനിക്ക് വീട്ടിലിരിക്കാം. ഇന്നേ വരെയുള്ള സർവീസിൽ ഇത് ആദ്യമായിട്ടാ എനിക്കൊരു സസ്പെൻഷൻ. പീറ്റർ സറണ്ടർ ചെയ്ത സസ്പെൻഷന് മുകളിലൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശ്രീനിയുടെ പുറത്ത് കേസാ. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുക. എന്തിനാ അവൻ വന്നപ്പോ പോകാൻ അനുവദിച്ചത്? ഇതിന്റെ കുഴപ്പമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ആരോട് പറയാനാ? അവനെയും കൊണ്ടേ തിരിച്ചെത്തുമെന്ന് പറഞ്ഞു പോയതല്ലേ. അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ ശ്രീനേട്ടൻ കേൾക്കുമായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത ജയിലിലും മറ്റും കിടക്കേണ്ടി വരില്ലേ? നിക്ക് മോൻ അവിടെ. ആടാ കൊറേ കാലം ഇനി ഒരു സെക്കൻഡ് എന്നെ പറഞ്ഞ് മുന്നോട്ട് വിടുന്ന പ്രശ്നമില്ല കേട്ടോ. ഒന്നുകിൽ ഞാൻ എന്തും പോലെ നോക്കണ്ട തന്നെ. അല്ല തിരികെ ഞാൻ നിർത്തി തരാം. ആടാ അനവധി നഷ്ടത്തിരിക്കാൻ വന്നില്ല. എന്നാലും വേണ്ട, ഇന്നു മുതൽ അന്നെ വിടുന്ന പ്രശ്നമില്ല. അങ്ങനെ അവിടെ കിടന്ന് പടക്കിട്ടോ. ഓസിന് നിന്ന പ്രിയുള്ള നാട്ടുകാർ ഒരു ഭാഗത്ത്, കട്ട് നിന്ന പഹരെ എലികളെ വേറൊരു ഭാഗത്ത്. നമ്മൾ മുടിയാൻ പിന്നെ വേറെന്തോ വേണോ? അല്ല നേരെ തന്നെ നിങ്ങളൊരു പുതിയ ആളാണല്ലോ. എന്താ അബ്ബായിക്ക് മനസ്സിലായില്ല? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതാ. കൂട്ടുകാരനോ? കാട്ടുമുക്കിൽ ഇങ്ങനെ ആരാപ്പോ കൂട്ടുകാരന്? പീറ്റർ. പീറ്ററോ? പീറ്റർ നിങ്ങളായിട്ട് എങ്ങനെ പരിചയം? ഞങ്ങൾ ഒരുമിച്ച് കുറച്ചാലും ഉണ്ടായിരുന്നു. എവിടെ പീറ്ററിന്റെ വീട്? അതിന് അയാൾ അവിടെ ഇല്ലല്ലോ. കുഞ്ഞാലിക്ക എന്താ മോനെ? ആ സേതു ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. പടച്ച തമ്പുരാനെ ചതിച്ചെന്നാ തോന്നുന്നത്. നീ കയറി ഇവിടെ നോക്ക്, ഞാനിപ്പോ വരാം. അല്ല, പീറ്ററിന്റെ വീട് അവിടെ ഇരിക്കുന്നു, ഇപ്പൊ വരാന്ന്. പടച്ചോനെ ഇനി എന്തെല്ലാം ഗുരുമാലുണ്ടാവും ആര് കണ്ട്? അള്ളാക്കറിയാ. നിർത്തി. എന്താണാ അവൻ വന്നോ? ഇല്ല, അവൻ വീട്ടിൽ ഒളിച്ചിരിക്കില്ലെന്ന് എങ്ങനെ അറിയാം? നീ കയറ നോക്കാം. നിങ്ങൾക്ക് വേണ്ടത് പീറ്റർ അല്ലേ? അതിനകത്ത് തള്ളനും കുട്ടിനെ ഇറങ്ങാനാക്കി നിങ്ങൾക്ക് എന്താ കാര്യം? അവിടെ 2-3 ദിവസമായി വന്നിട്ട് തന്നെ. ഇനി വല്ല പോലീസിന്റെ കയ്യിലോ മറ്റോ? നീ എന്റെ പേര് സെയ്തെന്നാണെങ്കിൽ എന്റെ ഇക്കാനെ കൊന്ന നായിന്റെ മോനെ പോലീസിന് കൊടുക്കൂല. നിങ്ങൾ പോയിട്ട് വരി. വന്നാൽ ഞാൻ വിവരം അറിയിക്കാം. ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ അടിവാരത്ത് തന്നെ ഉണ്ടാവും. അവനെ കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ഇവൻ നമ്മളെ കൈകൊണ്ട് വാങ്ങിയിട്ടേ പോവുള്ളൂ എന്നാ തോന്നണേ. ഓന്റെ ഒരു അടിവാരം. ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ. ആരാ മോളെ ഇതിനുള്ളിൽ പൂട്ടിയിട്ട്? വല്യമ്മച്ചി. അതേ, പീറ്റർ ഉണ്ടോ? ആരാ? അപ്പച്ചനാ? അപ്പച്ചനുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? എവിടെ? അകത്താ? പറയൂല. എന്നെ തുറന്നു വിട്ടാ പറയാം. ആരാ? മോളിലെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ട്. അപ്പച്ചനോടെ? ഫ്രണ്ട് എന്ന് പറഞ്ഞ എന്താ? ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്നേഹിതൻ. അപ്പച്ചനോടെ? സ്നേഹിതെന്ന് പറഞ്ഞ എന്താ? സ്നേഹിതൻ എന്ന് പറഞ്ഞാലേ മാമൻ പോലീസില്. മാമൻ പോലീസാ? മാമൻ കള്ളൻ, മോള് പോലീസ്. നമുക്ക് കളിക്കാം. അതിനുമുമ്പ് മോളുടെ അപ്പച്ചനോടെന്ന് പറ. എന്നാ നമുക്ക് അപ്പച്ചനെ കൂട്ടാൻ കളിക്കാൻ. എവിടെ അപ്പച്ചൻ? അതാ അവിടെ. എവിടെ? അവിടെ. മോള് മാമനെ കളിപ്പിക്കുകയായിരുന്നു അല്ലേ? മോളുടെ അപ്പച്ചൻ എന്നെ കൊറേ കളിപ്പിച്ചതാ. എന്നെ അപ്പച്ചൻ കളിപ്പിക്കുമല്ലോ. വലിയ ഇഷ്ടം എന്നെ. എന്താ മോളുടെ പേര്? മോളെ. ആരാ? വല്യമ്മച്ചി. ഞാൻ പീറ്ററിന്റെ ഒരു കൂട്ടുകാരനാ, ശ്രീനിവാസൻ. എനിക്ക് പീറ്ററിന് അത്യാവശ്യമായിട്ടൊന്ന് കാണുമായിരുന്നു. വല്യമ്മച്ചി, മാമ എന്നെ തുറന്നു വിട്ടല്ലോ. അത് മോള് പറഞ്ഞപ്പോ. അതിനെന്താ? ആരും ഇല്ലാതെ ഇവിടെ നിർത്തിച്ചു പോയാ അടങ്ങിയിരിക്കില്ല. അതാ ഞാൻ പോകുമ്പോ പൂട്ടിച്ചു പോന്നു.
പീറ്റർ ഇല്ലേ ഇവിടെ? ഇല്ല, ഇന്നോ നാളെയോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക ഞങ്ങളും. ടൗണിൽ നിന്നാണോ? അതെ, ഇവിടെ വരാൻ പീറ്റർ പറഞ്ഞിരുന്നു. ഞാൻ ശരി കാപ്പി എടുക്കാം. അത് അമ്മച്ചി, പീറ്റർ ഇന്ന് വന്നില്ലെങ്കിൽ എനിക്കിവിടെ വേറെ ആരും പരിചയമില്ല. രാത്രി തങ്ങാനാണോ? അതിനെന്താ, ഇവിടെ കിടക്കാം. മോള് വാ, ഇരിക്ക്. എന്തിനാടോ തൊപ്പിയും തലയിൽ വെച്ച് ഇങ്ങനെ നടക്കുന്നത്? തന്റെ ഒക്കെ കഴിവില്ലായ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് ഞാനാ. ആ ക്രിമിനലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എങ്കിലും തനിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞോ? സാർ, അയാൾ അടുത്ത കാലത്ത് മരിച്ച സേട്ടനോട് ചേർന്നത്. അവിടെ ഉള്ളവർക്ക് ആർക്കും അയാളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അവനെ സേട്ടനോട് ചേർത്ത് അയാളുടെ ഡ്രൈവർ അസീസ. അവനാണെങ്കിൽ ഒളിവിലും തിരയാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സാർ. താൻ തെരഞ്ഞോണ്ടിരിക്കുകയുള്ളൂ. എടോ, പെറ്റി കേസിൽ അകത്താകുന്ന പ്രതികളെ കണ്ണുരുട്ടി കാണിച്ചോ തല്ലിയോ അല്ല കഴിവ് കാണിക്കേണ്ടത്. തലയ്ക്കകത്ത് വല്ലതും കൂടെ വേണം ഈ പണി ചെയ്യാൻ. മനസ്സിലായോ? സാർ, എല്ലാരും കുറ്റപ്പെടുത്തുക, ബുദ്ധിമോശം കാണിച്ചു എന്ന് എനിക്കറിയാം ശ്രീനേട്ടന്റെ മനസ്സ്. അതുകൊണ്ടല്ലേ ആ ദ്രോഹി കളിപ്പിച്ചത്. എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, ഒന്ന് വേഗം ഇങ്ങ് വന്നാ മതി, ഒന്ന് കണ്ടാ മതി. സാറേ, സ്ഥലമെത്തി സാറേ. കുഞ്ഞാലിക്ക, കുഞ്ഞാലിക്ക. ആരാണപ്പോ അതിരാത്രി? പീറ്ററോ? എന്തു പറ്റി? ആകെ കുഴപ്പമായി കുഞ്ഞാലിക്ക. സെയ്തുറ്റങ്ങളെ കണ്ടോ? ഇന്ന് രാവിലെയും കൂടി ഞാൻ ഓനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിട്ടേ ഉള്ളൂ. അതല്ല കുഞ്ഞാലിക്ക, ഞാൻ വീട് വരെ ഒന്ന് പോയി. പറയുമ്പോ നിങ്ങളൊരു ചങ്ങായി വന്നിട്ടുണ്ടല്ലോ അവിടെ. അത് തന്നെയാ കുഴപ്പമായത്. അവനെന്റെ ചങ്ങാതിയൊന്നുമല്ല, പോലീസുകാരനാ. അവനെ വെട്ടിച്ചാ ഞാൻ ചാടിയത്. കുലുമാലാവോ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റൂ. പടച്ചോനെ കുഴഞ്ഞല്ലോ. ഒരു ഭാഗത്ത് ചെയ്തു, ഒരു ഭാഗത്ത് പോലീസ്. ഈ ശൈത്താന്റെയും കടലിന്റെ ഇടയിൽ പെടാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും നീ സമാധാനായിട്ടിരി, നമുക്കൊരു വഴി കണ്ടെത്താം. അല്ല, അവിടുത്തെ കാര്യം എന്തായി? പണം കിട്ടിയാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതൊന്ന് ശരിയായി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ പിടിക്കുകയോ കൊല്ലുകയോ എന്തു വേണേലും അവന്മാർ ചെയ്തോട്ടെ. നീ ബേജാറാവാണ്ടിരിക്കേ. ഞാൻ ലോറൻസിനോട് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാവും. നീ തൽക്കാലം ഞാൻ പറഞ്ഞോട് തന്നെ ഇരുന്നാ മതി. അവിടെ അതിലും വലിയ കുഴപ്പമാ. ആ സെയ്തിന്റെ ആൾക്കാർ ഇന്നലെ അവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയി. എന്നാ നീ ഇനി അങ്ങോട്ട് പോണ്ട. സ്ഥലം വേറുണ്ട്, ഒരു ജീവി അറിയില്ല. ആനിമോളാ അപ്പച്ചൻ വന്ന മോളെ? ഇല്ല, എനിക്ക് അപ്പച്ചനെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കുണ്ട് മോളെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ. എന്നാ മാമനും മോക്കും കൂടി അപ്പച്ചന്റെ അടുത്ത് പോവാ. അപ്പച്ചൻ എവിടെയാന്ന് പറയാൻ മോളെ, മോക്കറിയോ? അപ്പച്ചനെ മോക്കിതാ കുഞ്ഞാലിക്ക മുട്ടായി കൊണ്ടാ നിക്കണ. എന്താ കുഞ്ഞാലി രാവിലെ? ഞാൻ നമ്മള് പീറ്ററിന്റെ ചങ്ങായി സാറിനെ ഒന്ന് കണ്ട് വിവരം അറിയാന്ന് വിചാരിച്ചു വന്നതാണ്. അവനെ ഇന്നലെയും കണ്ടില്ലല്ലോ കുഞ്ഞാലി. അയാള് വന്നോളൂന്ന്. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. അത് പോട്ടെ, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിനി. സാർ, നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ? ഇതൊരു വീടാണ്. ഓ, വീടാണല്ലേ? താൻ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കണ്ട. അവൻ ഒരുത്തം കാണിച്ച പോക്കരത്തരം കാണാൻ ഞങ്ങൾ കുറച്ചുപേരുടെ നെട്ടോട്ട് ഓടുക, അറിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ ഇവിടെ എത്തിയാലുടൻ ഞാൻ വിവരം തരുന്നതാണ് നല്ലത്. ഒളിപ്പിക്കാൻ എങ്ങാനും ശ്രമിച്ചാൽ വീട്ടിൽ കിടക്കുന്നതിന് എല്ലാത്തിനും ഞാൻ അകത്താക്കും. മനസ്സിലായല്ലോ? എവിടെയായാലും അധികകാലം അവന് മുങ്ങി കിടക്കാൻ ഒക്കത്തില്ല. ഇട്ടും കഴിവുള്ള അവനെ എന്റെ കയ്യിൽ നട്ടലിയാനൊടിക്കും. നീ അവിടുത്തെ നേതാവോ? മിസ്റ്റർ മാത്തൻ, ഇവരവന്റെ ഫ്രണ്ട്സാ.
പറ്റി ചേച്ചി? എന്തോ ഒരു തലയുട്ടൽ പോലെ. അമ്മേ, ആ ശിവൻകുട്ടി, അവൻ എവിടെ പോയിരിക്കുക? എനിക്ക് അവനെ ഒന്ന് കാണണം. നീ എന്തെങ്കിലും ഒന്ന് പറ. ചേച്ചി, ഞാൻ പോലീസുകാരുടെ കൈ കെട്ടിയ അവരെന്റെ കുഞ്ഞിനെ, എന്റെ ഭഗവതി. അല്ല സാറേ, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവുന്ന കുഞ്ഞാലിക്ക? പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോയാ ഒരു കുഴപ്പമില്ല. സാർ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ഫുൾ അഡ്രസ്സും പേരും ഒരു കണ്ടം കടലാസിൽ എഴുതി കൂടി തന്നേക്ക്. പീറ്റർ സ്ഥലത്തെത്തിയ ഉടനെ ഞാനൊരു കാർഡ് എഴുതി അങ്ങോട്ട് വിട്ടേക്കാം. അത് കിട്ടിയിട്ട് പോന്നാ പോരെ? അതൊന്നും ശരിയാവില്ല കുഞ്ഞാലിക്ക. പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഇങ്ങനെ തർക്കം പിടിച്ചാൽ എങ്ങനെയാണ്? കുഞ്ഞാലിക്ക് അറിയില്ല എന്റെ വിഷമം. പീറ്ററിനെ കടന്ന് എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ അറിയോ? എന്തായാലും പീറ്ററിനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല. തർക്കം മനുഷ്യന് നല്ലതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകണ്ട എനിക്ക്. അവിടെ ഇരിക്കേ, നിങ്ങൾ എങ്ങട്ടാ പോണേ? അല്ല അല്ല, പീറ്ററാണല്ലോ പഠിച്ചോനെ ചതിച്ചെന്നാ തോന്നുന്നത്. പീറ്റർ, മുങ്ങാന്നി മേടിച്ചോ നിന്നെ ഞാൻ കള്ളനായിന്റെ മോൻ അന്നെ തന്നെ കിട്ടണ്ടേ? മുന്നാര സാറേ 10-100 ഉറുപ്പ്യന്റെ സാധനം മേടിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് നക്കി നടക്കുക. കാണുമ്പോ തലയിൽ മുണ്ടിട്ട് ഇവിടെ വാ സൂറേ, ഇന്ന് എന്നെ കൊണ്ട് പറയുന്നുണ്ട് ഇന്റെ കയ്യിന്റെ അറിയാൻ പോകുന്നു. നാശം. ഒരു പുഷ്പാഞ്ജലി ഉണ്ട്. ശ്രീനിവാസൻ, അവിട്ട നക്ഷത്രം. എടാ കുഞ്ഞാലി, ഇന്ന് വന്നേ. കള്ള ഹിമാറെ, പീറ്റർ ഇവിടെ വന്നില്ലേ? പീറ്ററോ? ഇവിടെ എവിടെ? എന്തേ കണ്ടൂടെ? നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ? അല്ല, ആര് പറഞ്ഞു? ഞാൻ അവനെ കണ്ടിട്ടും കൂടിയില്ല. അവനെ കണ്ടാ പറഞ്ഞേക്ക്, ഞാൻ സുലൈമാൻ സേട്ടന്റെ അനിയനാണെങ്കിൽ അവന്റെ മയ്യത്ത് കണ്ട ഇവിടുന്ന് പോകുന്നു. പിന്നെ അവനെ രക്ഷിക്കാനെങ്ങാനും ശ്രമിച്ചാ അന്നേം കൊന്ന ഈ കരയ്ക്കും ദൈവത്തെ ഞാൻ പോവും. മനസ്സിലാടാ? ഓ, ആ ചുടുകാട്ടിലാണല്ലോ ജോലി, കരക്ക് തീയാക്കാൻ. ഒന്ന് പോടാ പറ്റി. ആരാ കുഞ്ഞാലിക്കത്? അതൊരു ജിന്ന്. പീറ്ററിന്റെ സുലൈമാൻ സേട്ടന്റെ ഒക്കെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അത് സുലൈമാൻ സേട്ടന്റെ അനുജനാ. പീറ്റർ അന്വേഷിച്ച് നടക്കുകയാണെന്ന് മാത്രം. എന്റെ ചന്ദ്രയ്ക്ക് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് എത്രയും വേഗം വന്നെത്തി ചന്ദ്രയെ കാണണമെന്നുണ്ട്. ഞാൻ ഇവിടെ ചിന്നംകൊല്ലി എന്ന സ്ഥലത്ത് അതെ, കത്ത് വല്ലതും ഉണ്ടോ? കത്തൊന്നുമില്ലല്ലോ. അമ്മേ, കുറച്ച് കഞ്ഞി കുടിക്കമ്മേ. ഇന്നലെ തൊട്ട് ഒന്നും കഴിക്കാത്തല്ലേ? എന്താ മോളെ, കഴിക്കുന്നില്ലേ? ഇല്ല. നന്നേ, ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? വല്ല അസുഖം വരുത്തി വെക്കാനാ? നിങ്ങൾ കഴിച്ചേ. എന്റെ മോൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം. നീ എന്താടാ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ തിരക്കിന് പോകാനൊരു സ്ഥലമില്ല. നീ എന്തൊരു അറിയിപ്പില്ലാതെ? പ്രത്യേകിച്ചൊന്നുമില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എത്ര നിന്റെ മുഖത്ത്? ഓ, ഒന്നുമില്ല. ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ ഒന്ന് കയറ്റി. നിന്റെ കരിമ്പാറമാത്തന്റെ വകയാ രാവിലെ അമ്മാവൻ വന്ന് ഇറക്കിയത്. അയാൾ വല്ലാതെ അല്ലൂടാ. ആ, ചെറുതായിട്ട്. പക്ഷെ നിന്നെക്കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. ആ, അതുപോട്ടെ, എന്തായി? അവന്റെ വിവരം എന്തെങ്കിലും? ഇല്ല, ഇതുവരെ അവനോട് വന്നിട്ടില്ല. നീ ഇവിടെ ഇങ്ങനെ തങ്ങിയ? വരും, അതുറപ്പാ. വീട്ടിൽ നിന്റെ അമ്മ? എന്താടാ? അമ്മയ്ക്ക്
അമ്മയ്ക്ക് നല്ല സുഖമില്ല. എത്ര നിർബന്ധിച്ചിട്ടും അമ്മ ആഹാരം ഒന്നും കഴിക്കുന്നില്ല. നിന്നെ കാണണമെന്നും പറഞ്ഞ ഒറ്റ ഇരിപ്പാ. ഈ പോലീസും അന്വേഷണവും ആകെ ഭയന്നിട്ടാ. നീ ഒന്ന് വന്ന് അമ്മയെ കണ്ടാൽ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വരാറടാ? നിനക്കറിയാലോ എന്റെ പ്രശ്നങ്ങൾ. നീ ഒന്ന് വന്ന് കണ്ടിട്ട് ഉടനെ പൊയ്ക്കോ. അത്രയും മതി അമ്മയ്ക്ക്. നസറേ, ഒന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്നും കൂടി നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാൻ പോവാ. അവരെന്നെ എന്ത് വേണേ ചെയ്തോട്ടെ. പക്ഷേ ഞാൻ കാരണം എൻ്റെ അമ്മ. ഞാൻ കൂടെ നിൽക്കണോ? വേണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തനിച്ചല്ലേ ഉള്ളൂ. ഇന്നും കൂടി അവൻ വന്നില്ലെങ്കിൽ നാളെ ഞാൻ അവിടെ ഉണ്ടാവും. നീ ചെല്ലടാ.